ഓക്കെ, ലാബ് 19 സെക്കൻഡ് ഇയറിലെ അവസാനത്തെ ലാബാണ്. ഈ വർഷത്തെ എക്സാമിനേഷനിലെ അവസാനത്തെ ലാബ് 19 ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന് അറിയാം. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ ഇഫ് ഇറ്റ് ഈസ് ബോത്ത് 1 ആൻഡ് 2 അല്ല, തിരിച്ചും ഇങ്ങോട്ടും ഫംഗ്ഷൻ ആണെങ്കിൽ അതിനാണ് എന്ത് പറയാം, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഇപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 അതിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് കാണണം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഇപ്പോൾ എസ് ക്യു ആർ ടി എക്സ് പ്ലസ് 2 കൊടുത്താൽ നമുക്കതിൻ്റെ ഗ്രാഫ് എടുക്കാൻ പറ്റും. എസ് ക്യു ആർ ടി എക്സ് പ്ലസ് 2 എസ് ക്യു ആർ ടി ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് 2 എസ്, ഇതാണ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2ൻ്റെ ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണെന്ന് കാണും. ഇപ്പം ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഇവിടുന്ന് -2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 അല്ലേ? ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് 0 മുതൽ മുന്നോട്ട് പോകും, 0 ഇൻഫിനിറ്റി. നമുക്ക് തൽക്കാലം ഇതിൻ്റെ ഡൊമൈൻ നോക്കാം. ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഇസ് വാട്ട്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 അത് ഓർത്ത് നോക്കുക. സോറി, ഇവിടെ ഡൊമൈൻ ഓഫ് എഫ് ആണ്. ഡൊമൈൻ ഓഫ് എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഇനി റേഞ്ച് എഫ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് കാണാം. അപ്പോൾ അത് എഫിൻ്റെ അല്ല, എഫ് ഇൻവേഴ്സിൻ്റെ. ഇത് എഫിൻ്റെ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആണ് നമുക്ക് ഇവിടെ കിട്ടിയതിപ്പം. ഇവിടെ ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആണ് ഡൊമൈൻ കിട്ടിയത്. ഇനി ഇതിൻ്റെ റേഞ്ച് കാണാൻ നമ്മളിവിടെ സോറി ഇൻവേഴ്സ് കാണാൻ ഇൻവേർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഫംഗ്ഷൻ എടുക്കുക. ഫംഗ്ഷൻ്റെ പേര് എഫ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് മതി ഇങ്ങോട്ട് അല്ല, ഈ ഭാഗം മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് പോട്ടെ, നമുക്ക് അത് റെസ്ട്രിക്റ്റ് ചെയ്യാം. എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം ആ കാര്യം? ഇപ്പോൾ ഇവിടെ നമ്മൾ കമാൻഡ് കൊടുത്താൽ മതി അല്ലേ. ഇഫ് ബ്രാക്കറ്റിനകത്ത് ഈ 0 മുതൽ ബാക്കി കൊടുത്താൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എഫ് സോറി ജി ആണല്ലോ ഈ ഫംഗ്ഷൻ്റെ പേര്. ജി കൊടുത്താൽ മതി. ജി. അപ്പോൾ ഇതങ്ങ് ഹൈഡ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ലെവൽ പഠിച്ചതാണ്. ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇൻവേഴ്സ്. ഇതിൻ്റെ ഇൻവേഴ്സ്. വാട്ട് എബൌട്ട് ഇറ്റ്സ് റേഞ്ച്? റേഞ്ച് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈ ആക്സിസിലുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഓക്കെ, ഇതിൻ്റെ ഡൊമൈൻ എന്തായിരുന്നു? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഇതിൻ്റെ റേഞ്ചോ റേഞ്ച് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണോ അതാണ് ഇവിടെ ഇൻവേഴ്സിൻ്റെ റേഞ്ചായിട്ട് വരുന്നത് അല്ലേ. ഇപ്പോൾ ഫംഗ്ഷൻ എഫ് അതിൻ്റെ ഡൊമൈൻ കിട്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഇൻവേഴ്സ് നമ്മൾ എടുത്തു, അതിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ y ആക്സിസിലാണ് അല്ലേ. റേഞ്ച് y ആക്സിസിലായിരിക്കുമല്ലോ. അപ്പോൾ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. -2നേക്കാൾ വലിയ വാല്യൂസ് ആണ് റേഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ വിൽ ബി ഈക്വൽ ടു ദ റേഞ്ച് ഓഫ് ഇറ്റ്സ് ഇൻവേഴ്സ്. അതാണ് നമ്മൾ ഇവിടുത്തെ കിട്ടുക. അപ്പോൾ ഈ രണ്ട് കോളം സെയിം ആയിരിക്കും. ഇതിൻ്റെ ഇൻവേഴ്സ് ഇവിടെ ഫില്ല് ചെയ്യേണ്ട എന്താണ് ഇൻവേഴ്സ്? വാട്ട് ഇസ് ഇൻവേഴ്സ്? എക്സ് സ്ക്വയർ -2. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2. ദെൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -2. അതാണ് ആൾജിബ്ര വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. എക്സ് സ്ക്വയർ -2. അപ്പോൾ ഇത് ക്ലിയർ ആയതുകൊണ്ടാണ് ഫംഗ്ഷൻ്റെ ഡൊമൈനും ഫംഗ്ഷൻ ഇതാണ്. അതിൻ്റെ ഡൊമൈൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2.
അതുപോലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ഇതാണ്, അതിൻ്റെ റേഞ്ച് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ റിഫ്ലക്ഷനാണ് ഇത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ കോളം ഫില്ല് ചെയ്യാം. ഇൻവേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, x² -2 ഇൻവേഴ്സ്. പിന്നെ എന്താ വേണ്ടത്, ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്താ, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2, റേഞ്ച് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പോൾ ഇത് രണ്ടും അപ്പോൾ എല്ലാ കോണും സെയിം ആയിരിക്കും. അപ്പോൾ ഇൻവേർട്ട് എഫ് അതാണ് കമാൻഡ്. നമ്മൾ ഈ ഫംഗ്ഷനിൽ ഒരു എക്സ് മാത്രമേ ഉള്ളൂ, ഓർ എക്സിൻ്റെ പവറായിട്ട് ഇവിടെ കാണുന്നത് 1 ആണ് അല്ലേ. ബട്ട് ഇതങ്ങനെയല്ല, ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അപ്പോൾ ഇതിൽ കൊടുത്ത ഇൻവേർട്ട് എഫ് ആയിരിക്കില്ല ഇതിന്. അപ്പോൾ അതിന് പ്രത്യേക കമാൻഡ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചു നോക്കണം. അപ്പോൾ ഇതൊക്കെ കളഞ്ഞേക്കാം. ഓക്കെ, ഇപ്പോൾ വൺസ് അഗെയിൻ ക്വസ്റ്റ്യൻ, x² - 4x + 7. x² - 4x, x² - 4x + 7. ഇതാണ് അതിൻ്റെ ഗ്രാഫ്, ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടി. ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ ഇൻവേർട്ട് ഫംഗ്ഷൻ എടുത്തു. നമ്മൾ നേരത്തെ എഫ് എന്നാണ് കൊടുത്തത്, ഇപ്പോൾ എഫ് എന്നല്ല കൊടുക്കേണ്ടത്. ഇൻവേർട്ട് കംപ്ലീറ്റ് സ്ക്വയർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇൻവേർട്ട് കംപ്ലീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കമാൻഡ് ഇവിടെ വന്നിട്ടുണ്ടാവും, കംപ്ലീറ്റ് സ്ക്വയർ. ഇനി എഫ് കൊടുത്താൽ മതി, ഇനി എഫ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ x² - 4x + 7. സോ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്താണ്, ഇൻവേർട്ട് കംപ്ലീറ്റ് സ്ക്വയർ എഫ്. ഇതിൽ ഒരു എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ കമാൻഡ് എന്താണ്, ഇൻവേർട്ട് എഫ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇൻവേർട്ട് കംപ്ലീറ്റ് സ്ക്വയർ എഫ് എന്നാണ് കൊടുക്കുക. അപ്പോൾ ഇതാണ് മാറ്റം. യെസ്, അപ്പോൾ ഇതിൻ്റെ എന്താ കിട്ടി, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ നമുക്ക് ഇവിടുന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആവുള്ളൂ. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഇഫ് ബ്രാക്കറ്റിനകത്ത് എവിടെ നിന്ന് മതി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മതി. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ആ ഫംഗ്ഷൻ്റെ പേര് എഫ് റിട്ടാണല്ലോ, ഫംഗ്ഷൻ്റെ പേര് എഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഡ് ചെയ്താൽ ഉണ്ടല്ലേ, ഇതാണ് ഫംഗ്ഷൻ. അതിന് ഇൻവേഴ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇതാണ് ഇൻവേഴ്സ് h(x), x² - 4x + 7. അത് തന്നെയാണ് കിട്ടിയത്. ഇവിടെ കിട്ടിയത് എന്താ, g(x), ഇതാണ് ഇൻവേഴ്സ്. √(x - 3/1), 1 ആവശ്യമില്ല, +2. √(x - 3/1 + 2). എന്നതാണ് ഇൻവേഴ്സ് √(x - 3/1 + 2). ഡൊമൈൻ ഓഫ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്, ഫംഗ്ഷൻ ഇതാണ്. ഫംഗ്ഷൻ്റെ ഡൊമൈൻ മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതുപോലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ഇതാണ്, അതിൻ്റെ റേഞ്ച് എന്താണ്, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡൊമൈനും ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ്റെ റേഞ്ചും ഒരേപോലെയാണെന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആവും അല്ലേ. അപ്പോൾ കമാൻഡ് ശ്രദ്ധിക്കണം, ഇൻവേർട്ട് എഫ് എന്നാണ് ഇവിടെ കമാൻഡ്, ഇൻവേർട്ട് കംപ്ലീറ്റ് സ്ക്വയർ എഫ് എന്നാണ് ഇവിടെ കമാൻഡ്. പിന്നെ ഇതിൽ മാറും വീണ്ടും കമാൻഡ്, ഇതൊരു ഫ്രാക്ഷണൽ ഫോമാണ്, a/b ഫോമാണ് അല്ലേ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ള കമാൻഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കാം, ഇതൊക്കെ പോട്ടെ. എന്താ ക്വസ്റ്റ്യൻ, x / x + 2, x / ബ്രാക്കറ്റിനകത്ത് x + 2, x / x + 2. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷനാണ് അല്ലേ. നമുക്ക് ഇതിൻ്റെ ഡൊമൈനൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരു സ്ഥലത്ത് മാത്രമേ മുട്ടുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ കമാൻഡ് നമ്മൾ ചെയ്യേണ്ടത് if
ബ്രാക്കറ്റിനകത്ത് അടുത്ത കമാൻഡ് ഇൻവേർട്ട് ഫങ്ഷൻ എടുത്തു. ബ്രാക്കറ്റിനകത്ത് പാർഷ്യൽ, അപ്പോൾ വന്നു പാർഷ്യൽ ഫ്രാക്ഷൻസ് എഫ് എന്ന് വരും. പാർഷ്യൽ ഫ്രാക്ഷൻസ് എഫ് കൊടുത്താൽ ബ്ലൂ കളറിൽ കാണുന്നതാണ് അതിൻ്റെ ഇൻവേഴ്സ്. ഇതാണ് ഇൻവേഴ്സ് 2 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് മൈനസ് 2. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ, എന്താണ് ഫംഗ്ഷൻ ഡൊമൈൻ? എക്സ് ആക്സിസിൽ എന്തൊക്കെ വേണം നോക്കിയാൽ മതി അല്ലേ. ഇപ്പം 2 വേണ്ട, -2 ഇല്ല, കാരണം -2ൽ ഗ്രാഫ് ടച്ച് ആവുന്നില്ല, മുകളിൽ ടച്ച് ആവുന്നില്ല, താഴെ ടച്ച് ആവുന്നില്ല. സോ റിയൽ നമ്പറിൽ -2 നമ്മൾ മൈനസ് ചെയ്താൽ ബാക്കിയെല്ലാം വരും ഡൊമൈനിൽ, ഫംഗ്ഷൻ്റെ ഡൊമൈൻ വരും. സോ ആർ ഡിഫറൻസ് സെറ്റ് -2 ആണ് ഇതിൻ്റെ ഡൊമൈൻ. അതേ സാധനം തന്നെയായിരിക്കും നമ്മൾ റേഞ്ചിലും കാണുന്നുണ്ടാവുക. റേഞ്ചിൽ വരുന്നത്? റേഞ്ചിൽ -2ൽ മാത്രം ഗ്രാഫ് പൊട്ടുന്നില്ല. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ തന്നെയാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ്റെ റേഞ്ച് നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്നും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ടിവിറ്റിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ ഈ ടൈപ്പാണ് ഫംഗ്ഷനെങ്കിൽ എക്സ് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അതെന്താണ്? ഇൻവേർട്ട് എഫ് എന്ന് മതി. ഇവിടെ എക്സ് സ്ക്വയർ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇപ്പം കംപ്ലീറ്റ് സ്ക്വയർ ഒന്നിൽ കൂടുതൽ എക്സ് ഉണ്ട്. ഇപ്പം കംപ്ലീറ്റ് സ്ക്വയർ ഇൻവേർട്ട് കംപ്ലീറ്റ് സ്ക്വയർ എഫ് എന്ന കമാൻഡ് വേണം. ഇത് ഫ്രാക്ഷണൽ ഫോമാണ്, a/b ഫോമാണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ള കമാൻഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ ആക്ടിവിറ്റി മനസ്സിലാവുന്ന കാര്യം. ഇൻവേഴ്സ് നമുക്ക് ആൽജിബ്ര വ്യൂവിൽ നിന്ന് എഴുതാൻ പറ്റും. ഫംഗ്ഷൻ്റെ ഡൊമൈൻ തന്നെ ആയിരിക്കും ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ്റെ റേഞ്ചും. ഇനി നമ്മൾ സാധാരണ വരക്കാറുള്ള എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ചു. ഇതിൽ ഒരു സ്ലൈഡർ എടുക്കാം. സ്ലൈഡറെ -5 to +5 എന്നോ വാല്യൂ മാറ്റാം. -20 അതാണ് സൗകര്യം. +20 ഇൻക്രിമെൻറ്റ് 0.01 ഇൻക്രിമെൻറ്റ് കൊടുത്തു. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ലൈഡർ. ഇനി ഞാനിതിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എ = ബ്രാക്കറ്റിനകത്ത് 0,a എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കിതിപ്പോൾ 5 മറ്റും വെക്കാം. 5 വെച്ചു. ഇനി ഞാൻ ഈ എയിൽ കൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പാരലായി ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നു. പാരലൽ ലൈൻ ത്രൂ എ, പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ അതിപ്പോൾ ഇവിടെ മുട്ടി അല്ലേ, 2 സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ 2 ലൈൻ ഞാൻ മാർക്ക് ചെയ്യാം. ആ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. പോയിന്റ് ഇൻ്റർസെക്ഷൻ എടുത്തു. ഈ സ്ട്രൈറ്റ് ലൈനും ഈ ഗ്രാഫ് ഇപ്പോൾ ഇവിടെ മുട്ടി. ഓക്കെ, ഇനി ഈ സിയിൽ കൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലായ ഒരു ലൈൻ എടുക്കാം. പാരലൽ ലൈൻ സിയിൽ കൂടെ പാസ് ചെയ്യണം. ദാറ്റ് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. ഓക്കെ, അതിപ്പോൾ ഇവിടെ മുട്ടി. അപ്പോൾ ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനും കൂടെ എടുക്കാം. ഇൻ്റർസെക്റ്റ് ഈ ലൈൻ എക്സ് ആക്സിസ് ടി, അങ്ങനെ എടുത്തു. നമുക്ക് ഈ ലൈൻസ് ഒക്കെ ഹൈഡ് ചെയ്യാം, വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇത് പോയി, ഇതും പോയി. ഓക്കെ, ഡൊമൈൻ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം അല്ല. ഇത്ര ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ സൈഡിൻ്റെ ആവശ്യമില്ല, ഇതിവിടെ ഹൈഡ് ചെയ്യാം. അങ്ങനെ ഹൈഡ് ചെയ്യാം. ഇഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, F. ഇപ്പോൾ കളർ മാറിയിട്ടുണ്ട്. ഇതങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്ര മതി. ഈ പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ആവശ്യമില്ല, ഇത്ര മതി. ഞാൻ എയും സിയും കൂടെ ജോയിൻ ചെയ്യാം. ലൈൻ സെഗ്മെൻറ്റ് എയും സിയും ജോയിൻ ചെയ്തു. അഗെയിൻ
സിയും ഡിയും ജോയിൻ ചെയ്തു. ഓക്കെ, ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എങ്ങനെ വിസിബിൾ ആക്കാം? ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയി ഇവിടെ നെയിം ക്ലിക്ക് ചെയ്ത് നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് കാണും. സിമിലർലി വേണമെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റും കാണാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം ആൻഡ് വാല്യൂ കൊടുത്തു. ഓക്കെ, അങ്ങനെ കൊടുത്തു. യെസ്, ഞാനിപ്പോൾ സ്ലൈഡർ 4 വെച്ചു. ഇപ്പോൾ 0, 4. ഇപ്പോൾ ഇവിടെ കിട്ടിയ പോയിന്റ് 2 ആണ്. 4 വെച്ചപ്പോൾ കിട്ടിയ പോയിന്റ് 2 ഓർ 2ൻ്റെ ആൻസർ 4 ആണ്. നമ്മുടെ x² ആണ് ഗ്രാഫ് വരച്ചത് അല്ലേ? 2² 4 ആണ്. അപ്പോൾ 4 വെച്ചപ്പോൾ ആൻസർ 2 കിട്ടി. ഇനി 9 വെച്ചപ്പോൾ എന്താണ് ആൻസർ കിട്ടുമോ നോക്കാം. 9 വെച്ചാൽ എന്ത് ആൻസർ കിട്ടും? 9 വെച്ചു, ആൻസർ 3 കിട്ടി. അപ്പോൾ √x കണ്ടുപിടിക്കേണ്ടതിന് അപ്പറിലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. √x എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഇതിൽ ഈ സ്ലൈഡറിന് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്താൽ, ഇൻപുട്ട് ബോക്സ് സ്ലൈഡറിന് കൊടുത്താൽ സ്ലൈഡർ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എ. ഓക്കെ, when a is equal to 9 or when a is equal to 16, suppose a is equal to 16, so answer is 4. root of 16 4 ആയി. ഇപ്പോൾ root of 16 കാണാൻ വേണ്ടി എക്ക് 16 കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഓരോരോ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 4 കാണണം. ക്യൂബ് റൂട്ട് ഓഫ് 4 കാണണമെങ്കിൽ എടുക്കേണ്ട ഫംഗ്ഷൻ എന്താണ്? x³ അല്ലേ? x³ അതുപോലെ log 10 to the base 2 കാണണമെങ്കിൽ എടുക്കേണ്ട ഫംഗ്ഷൻ നമ്മൾ ഓർത്ത് വെക്കണം. 2⁻x. 1/√5 കാണാൻ ചോദിച്ചാൽ അതിനുകൊണ്ട് എടുക്കേണ്ട ഫംഗ്ഷൻ 1/x². ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് √x കണ്ട ക്വസ്റ്റ്യനാണ്. √x കാണാൻ x² എടുത്തു. കാരണം √x അതിന് y = √x ഓർ y² = x ആവും അല്ലേ? അപ്പം y² = x. അങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ √x കാണാൻ ചോദിച്ചാൽ x² ഗ്രാഫ് വരക്കണം. അത് പഠിച്ചു നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 4 കാണാൻ ചോദിച്ചാൽ x³ ഗ്രാഫ് വരക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് x³ ഗ്രാഫ്, ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇങ്ങനെയായിരുന്നു. x³ ഗ്രാഫ് വരക്കാൻ ചോദിച്ചാൽ ഇതുപോലെ മാറ്റി നമുക്ക് x³ ഗ്രാഫ് വരക്കാം. ഇൻപുട്ട് ബോക്സ് കൊടുത്താലും മതി. യെസ്, x³ ഗ്രാഫ് വരച്ചു. x³ ഗ്രാഫ് വരച്ചു. ഇനി 0a എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കാം. a = ബ്രാക്കറ്റിനകത്ത് 0, a 0, a കൊടുത്തു. ഇനി എനെ പാസ് ചെയ്യുന്ന ലൈൻ പാരലൽ ലൈൻ, എനെ പാസ് ചെയ്യും. ഇത് പാരലാണ്. ഇതിവിടെ ടച്ച് ചെയ്തു. ഇപ്പോൾ ഇൻ്റർസെക്ഷൻ എടുത്തു. ഈ ലൈനിൻ്റെയും ഈ കർവിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്തു. ദെൻ പാരലൽ ലൈൻ ബിയിലെ പാസ് ചെയ്യുന്നു. y ആക്സിസ് ഇങ്ങനെ പോയി. ഈ ലൈനൊക്കെ ഹൈഡ് ചെയ്തു. കാണാൻ ഭംഗിക്കൊണ്ട് ഹൈഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് 1/√2 ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഇനി സെഗ്മെൻറ്റിൽ പോകുന്നു. എന്ന് ബിയിലേക്ക് ലൈൻ ചെയ്തു. ദെൻ ബിന്ന് ഇവിടെ ഇത് മാറ്റാം. സി കളയാം. ഇതും പോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. നൗ ബിന്ന്
ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ പാരലായിട്ട് വരക്കാം നമുക്ക്. ബിന്ന് പാരലൽ ലൈൻ, ബിയിൽ കൂടെ വൈ ആക്സിസ് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് മതി. ഇങ്ങനെ വരച്ചു. നൗ ദിസ് ലൈൻ ടച്ചസ് ദിസ് എക്സ് ആക്സിസ്. അതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. ഇന്റർസെക്റ്റ് ദിസ് ലൈൻ ആൻഡ് എക്സ് ആക്സിസ്. ഈ പോയിന്റ് കിട്ടും. ഇപ്പം ഇതൊക്കെ ഹൈഡ് ചെയ്ത് നോക്കാം. ഹൈഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യാം. എന്ന് ബിയിലേക്ക്, ദെൻ ബിന്ന് സിയിലേക്ക് ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്തു. അപ്പം ഇത് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പോയിന്റ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയി നെയിം ആൻഡ് വാല്യൂ എടുത്തു. അതേപോലെ എയും കാണാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, ഇനി ഉള്ള ക്വസ്റ്റൻ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 4 കാണണം. ക്യൂബ് റൂട്ട് ഓഫ് 4 കാണാൻ സ്ലൈഡർ വാല്യൂ 4 കൊടുത്താൽ മതി. സ്ലൈഡർ വാല്യൂ 4 കൊടുത്തു. സോ ആൻസർ ഈസ് 1.59. 1.5874 ഓക്കെ. അതേപോലെ log 10 to the base 2 അതിന് ഗ്രാഫ് വരക്കേണ്ടത് 2x ആണ്. 2x ഗ്രാഫ് വരച്ച് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും. 2x ഗ്രാഫ് വരച്ചു. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എ പോയിന്റ് മാർക്ക് ചെയ്ത് എടുത്ത പോലെ പാരലൽ ലൈൻ എടുക്കാം. എ കൂടെ എക്സ് ആക്സിസ് പാരലാണ്, അത് പോയി. ഇനി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എടുക്കാം. ഇന്റർസെക്റ്റ് ദിസ് ലൈൻ ദിസ് കർവ്. ഓക്കെ, അപ്പോൾ അതവിടെ ടച്ച് ചെയ്തു. ഞാൻ ഇതിലെ കൂടെ വൈ ആക്സിസിന് പാരലായി ലൈൻ ചെയ്യാം. വൈ ആക്സിസിന് പാരലായി ലൈൻ ചെയ്യുന്നു. ഓക്കെ, അതിവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഇന്റർസെക്ഷൻ കാണാം. ഇന്റർസെക്ഷൻ ദിസ് ലൈൻ. ഓക്കെ, ഈ ലൈൻസൊക്കെ ഹൈഡ് ചെയ്തു. ലൈൻ സെഗ്മെന്റ് എടുത്തു. എ ബി, ദെൻ ബി സി. സി എന്ന പോയിന്റ് എടുക്കാം. നെയിം വാല്യൂ. സിമിലർലി എ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോകണം. നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, അടുത്ത് കിട്ടി. ഇപ്പോൾ സ്ലൈഡർ വാല്യൂ മാറ്റുന്നതിന് ഈ പോയിന്റ് മാറും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? log 10 to the base 2. സോ സ്ലൈഡർ വാല്യൂ 10 വെച്ചാൽ മതി. സ്ലൈഡർ വാല്യൂ 10 വെക്കാം. 10 വെച്ചു. സോ ആൻസർ ഈസ് വാട്ട്? 3.32. 3.32 കിട്ടും. ഇതുപോലെ നമുക്ക് 1/√5 ഗ്രാഫ് വരക്കാം. വാല്യൂ കാണാം. അതിനുവേണ്ടി 1/x² ഗ്രാഫ് വരക്കണം. ഇപ്പോൾ 1/x² ഗ്രാഫ് വരച്ച് നോക്കാം. 1/x². 1/x² ഗ്രാഫ് വരച്ചു. സ്ലൈഡർ പോയിന്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പാരലൽ ലൈൻ through A parallel to x axis വരച്ചു. ഇപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എടുക്കാം. ഇന്റർസെക്റ്റ് ദിസ് ലൈൻ ആൻഡ് x axis. ഓക്കെ, ദിസ് ലൈൻ ആൻഡ് ഇന്റർസെക്ഷൻ പി കളയാം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ this line and the curve. ഇന്റർസെക്ഷൻ എടുത്തു. ഇനി ഇതിൽ കൂടെ എന്ത് ചെയ്യണം? ഇത് കുറച്ച് മാറ്റി വെച്ചാൽ കാണാൻ പറ്റും. ഇന്റർസെക്ഷൻ ആയിട്ടില്ലല്ലോ.
ഓക്കെ. ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇത് മാറ്റാം. ഓക്കെ, നമുക്കൊന്നിവിടെ ഇൻ്റർസെക്ഷൻ എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇത് 1 മാത്രം മതി, ഈ സൈഡ് മാത്രം മതി. അപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എഫ്. അപ്പോൾ ആ സൈഡ് മാത്രം മതി, ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇൻ്റർസെക്ഷൻ എടുത്താൽ ഇൻ്റർസെക്റ്റ് this line and this curve, intersection. Okay, then parallel line through this point parallel to y-axis. ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈ ലൈനിൻ്റെയും എക്സ് ആക്സിസിൻ്റെയും ഇൻ്റർസെക്ഷൻ. ഓക്കെ, ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചു. നമുക്ക് ജോയിൻ ചെയ്യാം, സെഗ്മെൻറ്റ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. എ ടു ബി, ദെൻ ബി ടു സി. സ്ലൈഡർ മാറ്റുമ്പോൾ ആ പോയിന്റ് മൂവ് ചെയ്ത് കാണാം. അതുപോലെ ഇതിൽ ചെയ്യേണ്ടത് ഈ പോയിന്റ് റിവീൽ ചെയ്യാം. സി, ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ്, നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 1/√5 ആണ്. സോ എ ഇസ് ഈക്വൽ ടു 5 കൊടുത്താൽ മതി. എ ഇസ് ഈക്വൽ ടു 5 കൊടുത്താൽ ആൻസർ 0.45 കിട്ടും. 0.45 കിട്ടും. അപ്പോൾ അങ്ങനെ ആ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്തൊരു എക്സസൈസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2/3. we have to find f inverse x. ഇത് ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഇൻവേഴ്സ് ആണ് ഇത് 3x + 2. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കണം. സോ ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2/3. എഫ് ഓഫ് എക്സിൻ്റെ വേറെ പേര് y ഈക്വൽ ടു എക്സ് മൈനസ് 2/3. ഓക്കെ, 3 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 3y is equal to x minus 2. x minus 2 is equal to 3y. x equal to what? 3y plus 2. Okay, that is x. X means here another function, and the g of x the pair കൊടുക്കുക. g of x equal to 3x plus 2. y replace ചെയ്തിട്ട് x ആക്കി 3x plus 2. ഇതാണ് f inverse x. അതുപോലെ ഈ ക്വസ്റ്റനിൽ f of x equal 3 minus x cube whole raised to 1/3. അതുപോലെ തന്നെ y ഇത് പേര് കൊടുത്തു. ഈ 1 raised to 1/3 മാറ്റാൻ വേണ്ടി ഇതിനെ ക്യൂബ് ചെയ്താൽ മതി. y cube is equal to 3 minus x cube, or y cube plus x cube equal to 3. x cube equal to 3 minus y cube, x equal to 3 minus y cube whole raised to 1/3. അപ്പോൾ അതിന് g of x പേര് കൊടുക്കുമ്പോൾ 3 minus x cube whole raised to 1/3. സോ 3 minus x cube whole raised to 1/3. അപ്പോൾ രണ്ട് സെയിം തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഇൻവേഴ്സാണ് ഇത്, ഇതിൻ്റെ ഇൻവേഴ്സ് ഇത് തന്നെ. ഇത് നമ്മൾ കഴിഞ്ഞ ലാബിൽ ലാബ് 18 ഇതുപോലൊരു കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിരുന്നു. ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുത്തു, പിന്നെ സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരച്ചു, പിന്നെ വൈ ഈക്വൽ ടു എക്സ്, പിന്നെ സ്ലൈഡർ കൊടുത്തു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു നമ്മൾ എ കോമ എഫ് ഓഫ് എ, പിന്നെ എഫ് ഓഫ് എ കോമ എഫ് ഓഫ് എ, ഇവിടെ എഫ് ഓഫ് എ കോമ ജി ഓഫ് എഫ് ഓഫ് എ, ഇതിൽ എ കോമ ജി ഓഫ് എഫ് ഓഫ് എന്ന് പോയിന്റ്സ് കണ്ടുപിടിച്ച് ഇതുപോലെ ഒരു പോളിഗൺ വരച്ചു. ഡിക്ക് ട്രേസ് കൊടുത്തു. ആനിമേഷനിൽ സ്ലൈഡറിൻ്റെ ആനിമേഷൻ ഓൺ ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് ഒരു പർട്ടിക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യും. ആ ഗ്രാഫാണ് ജി ഡോട്ട് എഫിൻ്റെ ഗ്രാഫ്. പിന്നെ എഫ് ജി ഒക്കെ നമ്മൾ ഇൻപുട്ട് ബോക്സ് കൊടുത്തുകൊണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ കൊടുത്തു. അങ്ങനെ ഇതിലും കൊടുക്കാം. എഫിന് എക്സ് മൈനസ് 2/3 കൊടുക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിന് 3x + 2 കൊടുക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ ഡീൻ്റെ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ലാബിൽ കണ്ടതാണ്. ടീൻ്റെ മൂവ്മെൻറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയായിരിക്കും. അതിന് മീനിങ് എന്താണ്? എഫ് ആർ ജി ആർ ഇൻവേഴ്സ്. അപ്പോൾ ആ ലാബ് 18 പറഞ്ഞ കാര്യം ഒന്നുകൂടെ കാണുക. അപ്പോൾ ഇഫ് ദ പോയിന്റ് ഡി traces through a straight line, which means what? F and G are invertible functions. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2/3 ഇൻപുട്ട് പോസ്റ്റ് എഫിന് ഈ വാല്യൂ കൊടുക്കുക.
ജിക്ക് ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഡിക്ക് ട്രേസ് ചെയ്ത് ആനിമേഷൻ ഓൺ ചെയ്താൽ ഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്നതായിട്ട് കാണാം. ബിക്കോസ് ഇതിന് ഇൻവേഴ്സാണ് ഇത്. അതേപോലെ ഈ ക്വസ്റ്റ്യനിലും കാണാം ഡിൻ്റെ മൂവ്മെൻ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻവേർട്ടബിൾ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും കൊടുത്തു കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓർ ജി ഡോട്ട് എഫ് അതിൻ്റെ എഫ് കോമ്പോസിഷൻ ജി ഓർ എഫ് ഡോട്ട് ജി അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ്സ് വൈ ഈക്വൽ ടു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആയിരിക്കും മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാബ് 19 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇതോടെ ഈ അക്കാദമിക് ഇയറിലേക്ക് വേണ്ടുന്ന ലാബ് വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാബ് 0, 1, 2, 8, 18, 19 ലാബുകളൊന്നുകൂടെ നോക്കി പഠിക്കുക. ഓക്കെ.